ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് നോക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പലയിടങ്ങളിലും വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഇന്ത്യ ഗവൺമെൻറ് തന്നെ പ്രചാരകർ പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഉക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉക്രൈനിലേക്ക് പോകുന്നു, അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ലോകരംഗത്ത് വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുന്നു. അങ്ങനെയെല്ലാമുള്ള ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്ന സംസ്ഥാനമാണല്ലോ മണിപ്പൂർ. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ് നമ്മൾ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ കത്തുകയല്ലേ. 1.5 വർഷം കൊണ്ട് 250-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ? ഔദ്യോഗികമായി തന്നെ അത്രയും പറയാണ്, അനൗദ്യോഗികമായിട്ട് എത്രയാണ്? എത്ര ആളുകളാണ് അവിടുന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നത്, നാട് വിട്ടു പോകേണ്ടി വന്നത്? എത്ര ക്രൂരമായ ആക്രമണത്തിനിരയാകുന്നത്? ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിലും കൊലപാതകത്തിലും എത്രമാത്രം ഹീനമായ കാര്യങ്ങളാണ് നടന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ അക്രമികൾക്ക് പരസ്യമായി പ്രോത്സാഹനം നൽകുന്ന ഒരു സംസ്ഥാന ഭരണമല്ലേ അവിടെയുള്ളത്? അവിടുത്തെ മുഖ്യമന്ത്രി പരസ്യമായി പ്രസംഗിച്ചതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയല്ലേ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന, ഇന്ത്യ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന കക്ഷി, ആ കക്ഷിയാണല്ലോ അവിടെ ഭരിക്കുന്നത്. ആ കക്ഷിയുടെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷിയുണ്ടായിരുന്നു, അവർ പിന്തുണ പിൻവലിച്ചല്ലോ, NPP എന്ന് പറയുന്നവർ. ഇതേവരെ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ടോ? ഒരു വിഭാഗത്തെ വംശഹത്യ എന്ന നിലയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടപെടാനുള്ള ബാധ്യത ഗവൺമെൻറ്റില്ലേ? ആ ബാധ്യത നിറവേറ്റുന്നുണ്ടോ? എന്താണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാത്തത്? ഇതാണ് ഇന്ത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ച് BJPയും BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSSും സംഘപരിവാറും ചെയ്യുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യം എപ്പോഴും ആ രാജ്യത്തിലെ പൗരരെ ആകെ സംരക്ഷിക്കാൻ ബാധ്യപ്പെട്ടതാണ്. ഗവൺമെൻറ് എപ്പോഴും ചെയ്യേണ്ട കാര്യമാണത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന എല്ലാവർക്കും തുല്യനീതിയാണ് ഉറപ്പു നൽകുന്നത്. മതനിരപേക്ഷത അംഗീകരിച്ച് നാം പോകുന്നു. മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ്. മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ മതവിശ്വാസികളുണ്ടാവും. ഭൂരിപക്ഷ മതത്തിൽ വിശ്വസിക്കുന്നവർ കാണും, ന്യൂനപക്ഷ മതത്തിൽ വിശ്വസിക്കുന്നവരും കാണും. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും എല്ലാ മതവിശ്വാസികൾക്കും തുല്യമായ അവസരം ഇവിടെ ഉണ്ടാകണമെന്നാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഈ കാര്യത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ഏതൊരു പരിഷ്കൃത സമൂഹവും നടപ്പാക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണമല്ല നടക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണത്തിന് പകരം ന്യൂനപക്ഷത്തെ കഴിയാവുന്നത്ര ദ്രോഹിക്കുന്ന നിലപാട് ബോധപൂർവം നമ്മുടെ രാജ്യത്ത് RSS നേതൃത്വം നൽകുന്ന സംഘപരിവാർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭരണപരമായ അധികാരം ഉപയോഗിച്ച് പിന്തുണ നൽകുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്.